തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചെറിയ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും കൂടി ഡോക്ടറെ കാണാനാണ് പോകുന്നത്. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇങ്ങനെ എന്തായാലും നയനയ്ക്ക് അമ്മനെ സഹായിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഡോക്ടർക്ക് ഉണ്ടെങ്കിലും ഡോക്ടർ ആദ്യം അതൊന്നും പറയില്ല. ഒരു ഡോണറെ കണ്ടെത്തണം, എന്തായാലും കരൾ പകുതി മുക്കാലോളം നശിച്ചു പോയിട്ടുണ്ട്, അത് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അത്ര എളുപ്പമൊന്നുമല്ല ആദർശം എന്ന് പറയുന്നുണ്ട് ഡോക്ടർ. എന്നാൽ പിന്നെ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവിടെ ഇരുന്ന് തന്നെ നയന പറയുന്നു, എൻ്റെ കരൾ കൊടുക്കുക, എന്തായാലും ഞങ്ങളെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലേ, അമ്മയ്ക്ക് കരൾ കൊടുക്കണതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല, അത് മാത്രമല്ല അതിനൊരു അപകടവും ഇല്ല, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. ആദർശ ആ സമയത്ത് സമ്മതിക്കണമെന്നില്ല. പക്ഷെ ഡോക്ടർ പറയുന്നുണ്ട് മൂർത്തി സാറിനെ പോലെ ഒരു ആള് നയനയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ആദർശിൻ്റെ അമ്മ ഈ കുട്ടിയെ ഇങ്ങനെ മനസ്സിലാക്കാത്തത് എന്നൊക്കെ അതിന് അതിശയം, അതാണ് അവരുടെ പരാജയം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നയനയുടെ കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്നാണ് ആദർശ് പറഞ്ഞത്, അച്ഛനോടും കൂടി ആലോചിച്ചിട്ട്. എന്തായാലും ജയനും അതറിയുമ്പോൾ സമ്മതിക്കണമെന്നില്ല. ജയനും നയനനെ അങ്ങനെ കീറി മുറിക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ദേവയാനിനെ രക്ഷിക്കാൻ വേണം, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നറിയേണ്ട അവരാകെ വിഷമിച്ചിരിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നീട് അമ്മനെ കാണാൻ ചെന്നപ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യടാ, ഞാൻ എന്തായാലും നിൻ്റെ ജീവിതത്തിൽ ഞാൻ അധികം നാളുണ്ടാവില്ല, എന്തായാലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോ, ഇനി നിൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശിന് സത്യം പറഞ്ഞാൽ അമ്മനോട് സഹതാപമാണ് തോന്നുന്നത്. ഇത്രയ്ക്കുമായിട്ടും അഹങ്കാരത്തിന് ഒരു കുറവില്ല, അതുകൊണ്ടാണല്ലോ ഇന്നലെ നയനനെ മുറിയിൽ നിന്ന് അടിച്ചു ഓടിച്ചത്. അതെന്തായാലും ആദർശിന് വല്ലാത്തൊരു വിഷമം ഫീലിങ്സ് ഒക്കെ ആയിട്ടുണ്ട്. ആദർശിന് മാത്രമല്ല നയനയ്ക്കും അത് ഭയങ്കരമായിട്ട് വിഷമമായിട്ട്. മുത്തശ്ശൻ കിടന്നോളാൻ പറഞ്ഞിട്ട് പോലും ദേവയാനി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആദർശിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതിൽ ആദർശിന് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തിന് ഇങ്ങനെയൊക്കെ കേട്ടത്. എന്തായാലും നമ്മുടെ നയന അച്ഛനെ കൊണ്ടും ആദർശിനെ കൊണ്ടും സമ്മതിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കരൾ മുറിച്ച് കൊടുക്കാൻ. സമ്മതിക്കുക മാത്രമല്ല അങ്ങനെ ചെയ്യുന്നുണ്ട്. നയനനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ കയറ്റി കരളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നുണ്ടെങ്കിലും ദേവയാനിയോട് ഇപ്പം എന്തായാലും ആരും ഒന്നും പറയുന്നില്ല, പറയാൻ കൂട്ടാക്കൊന്നുമില്ല. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റായിരിക്കും എല്ലാ സത്യങ്ങളും അറിയുക. അപ്പോൾ ദേവയാനിക്ക് ഭൂമി വിളർന്ന് താഴേക്ക് പോകാനായിരിക്കും ആഗ്രഹം. കാരണം കരളെടുത്ത് വെക്കുകയും ചെയ്തു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നയനനെ സ്നേഹിക്കല്ലാതെ വേറൊരു മാർഗവും ഉണ്ടാവില്ല. എന്തായാലും അതിനുശേഷം കനകയും നന്ദുവും എല്ലാവരും വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അവർക്ക് എല്ലാവർക്കും ദേവയാനിയുടെ കാര്യത്തിൽ വിഷമമുണ്ടെങ്കിലും നയന അങ്ങനെ ചെയ്യുന്നതിനോട് അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിലും നയനനൊന്ന് സ്നേഹിക്കട്ടെ എന്ന് തന്നെയാണ് കനകയും വിചാരിച്ചിരുന്നത്. അതിനുശേഷം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ടിട്ട് ആദർശേട്ടാന്ന് നന്ദു പറയും, ചേച്ചീനെ അവിടേക്ക് ആക്കിയാൽ ശരിയാവില്ല, റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആദർശിന് പെട്ടെന്ന് സങ്കടമാവുന്നുണ്ട്. നയനനെ അപ്പുറത്തെ റൂമിലെങ്കിലും കാണാൻ പറ്റുമായിരുന്നു. ആ വീട്ടിലേക്ക് പോയാൽ ഇനി അതും ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ച് ആദർശി വിഷമത്തോടെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോകുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.